ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS ചാനൽ. സോ USSൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഫെബ്രുവരി 26-നാണ് നമ്മൾ എക്സാം വരുന്നത്. സോ നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുക. ആ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ USS ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ടഫറായിട്ടാണ് വരാൻ പോകുന്നത് അല്ലേ, കുറച്ചുകൂടി ടഫറായിട്ടാണ് വരാൻ പോകുന്നത്. നമുക്ക് ഇതുവരെ നമുക്ക് 90 മാർക്കിൽ 63 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, നമുക്ക് USS ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ നമുക്ക് ഇനി മുതൽ അങ്ങനെയല്ല. USS ആണെങ്കിലും LSS ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻ ഫസ്റ്റ് പേപ്പറിലും 50 ക്വസ്റ്റ്യൻ സെക്കൻഡ് പേപ്പറിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ USSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സും നമ്മൾ അറിയിക്കുന്നത് നമ്മളെ കമ്മ്യൂണിറ്റി ത്രൂ ആണ്. സോ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. സോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിയൻസ് ഇൻ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണത്തിലെ പോഷകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കണ്ടൻസ് ഉണ്ട് അല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, വാട്ട് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അവർ ഡയറ്റ്? കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാന പ്രവർത്തനം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിൽഡ് മസിൽസ് ആണോ, പേശികൾ നിർമ്മിക്കുക എന്നാണോ, അല്ലെങ്കിൽ പ്രൊവൈഡ് എനർജി ഊർജ്ജം നൽകുകയാണോ, അല്ലെങ്കിൽ ഇംപ്രൂവ് വിഷൻ കാഴ്ച മെച്ചപ്പെടുത്തുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇൻക്രീസ് ബ്ലഡ് സെൽസ് രക്തകോശങ്ങൾ വർദ്ധിപ്പിക്കുന്ന എന്നുള്ളതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. സോ പേശികൾ നിർമ്മിക്കുക അല്ലെങ്കിൽ ബിൽഡ് മസിൽസ്, ഇത് ആരുടെ ഫംഗ്ഷൻ ആണെന്ന് അറിയാം? ഇത് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ ആണ് ഇത്. പ്രൊവൈഡ് എനർജി നമുക്ക് തരുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, 3 നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട്. ഇംപ്രൂവ് വിഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റമിൻ A എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് കേട്ടോ, വിറ്റാമിൻ ആണ്. സോ വൈറ്റമിൻ ആണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ഇൻക്രീസ് ബ്ലഡ് സെൽസിന് ഇൻക്രീസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ആണ്. ഓക്കെ, ബ്ലഡ് സെൽസിന് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ മേജർലി നമ്മൾ വർക്ക് ചെയ്യുന്ന മിനറൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധാതു എന്ന് പറയുന്നത് നമ്മുടെ അയൺ ആണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ നോക്കാം. നമുക്ക് എനർജി തരുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊർജ്ജം നൽകുന്ന ഫംഗ്ഷനാണ് കാർബോഹൈഡ്രേറ്റുകൾ ചെയ്യുന്നത്. ഫാറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പുകളും നമുക്ക് എനർജി തരുന്നുണ്ട്, നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട്. പ്രോട്ടീൻസ് നമുക്ക് നമ്മുടെ ബോഡി ടിഷ്യൂസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ റിപ്പയർ ചെയ്യാനും, ശരീരകോശങ്ങൾ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഊർജ്ജം നൽകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റമിൻസ് റെഗുലേറ്റ് ബോഡി പ്രോസസ്സുകൾ, ശരീര പ്രക്രിയകൾ നിയന്ത്രിക്കുന്ന ആളുകളാണ് നമ്മളെ വിറ്റാമിനുകൾ എന്ന് പറയുന്നത്. ഇനി മിനറൽസും വാട്ടറും അവരെന്താ ചെയ്യുന്നത്, അവർ ശരീര പ്രക്രിയകൾ നിയന്ത്രിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സോ ഈ ഒരു ഫങ്ഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും, കാർബോഹൈഡ്രേറ്റിന്റെ മേജർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഊർജ്ജം നൽകുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ചൈൽഡ് ഈറ്റ്സ് ഓൺലി ചിപ്സ് ആൻഡ് ഷുഗറി ഡ്രിങ്ക്സ് എവറി ഡേ, വാട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഈസ് ഹി മസ്റ്റ് ലൈക്ലി ടു ഡെവലപ്പ് ഫസ്റ്റ്? ഒരു കുട്ടി ദിവസവും ചിപ്സും പഞ്ചസാരയുള്ള പാനീയങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പതിവ് തുടർന്നാൽ ആദ്യം പ്രതീക്ഷിക്കാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഷുഗറി കണ്ടൻസും അതുപോലെ തന്നെ ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യാനുള്ള, കൊഴുപ്പ് കണ്ടെയ്ൻ ചെയ്യാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടാൻ തുടങ്ങും. അങ്ങനെ കൊഴുപ്പ് കൂടി നമ്മുടെ തടി കൂടാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുക. അത് നല്ല ഇതായിട്ടുള്ള കൊളസ്ട്രോൾ അല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫാറ്റ് അല്ല നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് എന്താണ്, ഒരു പൊണ്ണത്തടിയിലേക്കാണ് നമുക്ക് വരാം. സോ ഈ ഒരു ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ വരാം. സോ ഓപ്ഷൻ സി ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്ന കാര്യമാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നൈറ്റ് ബ്ലൈൻഡ്നെസ് വിറ്റാമിൻ A കാരണം ഉണ്ടാകുന്ന അതിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ്. ഇനി അയേണിൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ്. ഇപ്പം നിശാന്തത എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് കേട്ടോ. സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും
പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നുള്ളത്, എ ചൈൽഡ് ഈറ്റ്സ് ഓൺലി പോളിഷ്ഡ് വൈറ്റ് റൈസ് എവറി ഡേ. ആഫ്റ്റർ സം മന്ത്സ് ഹി സ്റ്റാർട്ട് ഹാവിങ് വിഷൻ പ്രോബ്ലംസ് വിച്ച് ന്യൂട്രിയൻ മൈറ്റ് ബി മിസ്സിംഗ്. അതായത് ഒരു കുട്ടി ദിവസേന വെളുപ്പിച്ച അരി മാത്രമേ കഴിക്കുന്നുള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാഴ്ച പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. ഏത് പോഷകത്തിന്റെ അഭാവമാണുള്ളത്. അതായത് പോളിഷ്ഡ് ആയിട്ടുള്ള റൈസിൽ എന്തുണ്ടാവില്ല, പുറത്തൊരു തവിട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഈ തവിടിൽ ഏറ്റവും കൂടുതലുള്ളത് വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് കേട്ടോ. വിറ്റമിൻ എ ആണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്ന നമ്മൾ പറഞ്ഞത്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് വരുന്ന പറഞ്ഞത്. സോ ഏത് രോഗമായിരിക്കും ഈ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് വരാൻ ചാൻസ് ഉള്ളത്, നിശാന്തത എന്ന് പറയുന്ന കാര്യമാണ്. സോ ആ കാഴ്ച പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, വിറ്റാമിൻ എയുടെ കുറവ് കാരണമാണ് അല്ലേ. സോ വിറ്റാമിൻ എ ആയിരിക്കും ആ കുട്ടിയിൽ കുറവായിട്ടുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ CM കിഡ്സ് UP അല്ലെങ്കിൽ USS എന്ന് പറയുന്ന എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, കുറച്ച് ആൾക്കാരുടെ നോക്കാം. വിറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്തത, നമുക്ക് രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇരുട്ടുള്ള മുറിയിലൊന്നും നമുക്ക് കാഴ്ച കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇനി വിറ്റമിൻ ബി കാരണം ഉണ്ടാവുന്നതാണ് മൗത്ത് സോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് വായിൽ എന്തുണ്ടാവും, വായിൽ വാപ്പുണ്ണ് വരും. അത് ലീഷൻസ് ഇൻ മൗത്ത് അല്ലേ, നമ്മുടെ മൗത്തിൽ ഒരുപാട് വാപ്പുണ്ണുകൾ വരും. അത് വിറ്റമിൻ ബി കാരണമാണ്. വിറ്റമിൻ സി കാരണം ഉണ്ടാവുന്നതാണ് സ്കർവി, നമ്മളെ ഞരമ്പിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും. പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ്, അതായത് നമ്മളെ വായിൽ മോണ രോഗം ക്രിയേറ്റ് ആവും. അതൊക്കെ എന്താണ്, സ്കർവി എന്ന് പറയുന്ന ഡിസീസിന് കാരണമാണ്. ഇനി വൈറ്റമിൻ ഡി കാരണം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം എന്ന് പറയുന്നത്. ബോഡി ബിക്കംസ് ബ്രിട്ടിൽ ആൻഡ് ബാൻ. ഇത് ഏറ്റവും ചെറിയ കുട്ടികളിലാണ് കാണുന്നത്. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് കേട്ടോ. ഇനി അയൺ കാരണമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ. ലാക്ക് ഓഫ് ബ്ലഡ് ആൻഡ് പെയിൽനെസ്, നമ്മുടെ ബോഡി പെയിലാവും. അതുപോലെ തന്നെ ബ്ലഡിന്റെ അളവ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ കുറയാൻ തുടങ്ങും. ഇനി അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഗോയിറ്റർ. അത് ഗോയിറ്റർ എന്താണ് സംഭവിക്കുക, നമ്മുടെ സ്വെല്ലിംഗ് ആണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഈ ഒരു നെക്ക് റീജിയനിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അത് അയഡിന്റെ കുറവ് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ പ്രൈമർലി കോസസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വിറ്റമിൻ എയുടെ കുറവ് പ്രധാനമായും ഇവയ്ക്ക് കാരണമാവുന്നത്. എന്തിനാണ് കാരണമാവുന്നത്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സ്കർവി എന്താണ്, സ്കർവി വിറ്റാമിൻ സി ആണ് അല്ലേ. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. ഇനി വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം വരുന്നത്. ബെറി ഉണ്ടാവുന്നത് വിറ്റാമിൻ ബി എന്ന് പറയുന്ന ബിയുടെ കാരണം കൊണ്ടാണ് കേട്ടോ. അതാണ് മൗത്ത് സോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ബെറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ലേഷൻസ് കാണാൻ പറ്റും, കുറച്ച് അടയാളങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ജോ ദ ഫോളോയിങ് ഈസ് എ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ. താഴെ പറയുന്നവർ ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ട്. ഒന്ന് വെള്ളത്തിൽ ലയിക്കുന്നതും ഒന്ന് ജലത്തിൽ ലയിക്കുന്നതും ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നതും. അപ്പോൾ വാട്ടർ സോളിബിൾ അതുപോലെ തന്നെ ഫാറ്റ് സോളിബിൾ ഉണ്ട്. വാട്ടർ സോളിബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. ഇനി നമ്മൾ കൊഴുപ്പിൽ അലിയുന്ന 4 വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. എ, ഡി, ഇ, കെ ഇതെല്ലാം എന്താണ്, കൊഴുപ്പിൽ അല്ലെങ്കിൽ ഫാറ്റിലാണ് ഉണ്ടാവുക. ഇനി ബിയും സിയും എന്താണ്, അവർ വേറെയാണ്. അവർ എന്താണ്, വാട്ടറിൽ ലയിക്കുന്നതാണ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. നമുക്ക് നോക്കാം ഏതായിരിക്കും. അപ്പോൾ ബിയും സിയും എന്താണ്, വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ സി വരോ, ഇല്ല. ബി വരോ, ഇല്ല. B12 എന്ന് പറയുന്നത് B1, B12, B2, B4 എന്നൊക്കെ പറയുന്നത് ബിയുടെ വേറെ തന്നെ രൂപങ്ങളാണ് കേട്ടോ. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടാണ്, ഒരുപാട് വൈറ്റമിനുകൾ അതിൽ കാണാൻ പറ്റും. അതിൽ ഡിഫറെൻ്റ് ആയുള്ള വൈറ്റമിൻസുകളാണ് B1, B12 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്താ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ബാക്കിയെല്ലാം എന്താണ്, ബാക്കിയെല്ലാം വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ORS സ്റ്റാൻഡ്സ് ഫോർ, നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ORS ഒക്കെ നമുക്ക് നമ്മുടെ ഡോക്ടർ എഴുതി തരും അല്ലേ. അപ്പോൾ എന്താണ് ORS എന്ന് അറിയണം. ORS എന്ന് പറയുന്നത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് പറയുക കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ, നമ്മളുടെ ബോഡിയിൽ വെള്ളം ഉണ്ടാവാത്ത കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ കൃത്യമായിട്ട് നമുക്ക് വെള്ളം ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ORS ഒക്കെ എഴുതി തരാം അല്ലേ. സോ ആ സമയത്ത് നമ്മളെ ബോഡിയിൽ കൃത്യമായിട്ട് എന്ത് വേണം, ജലത്തിൻ്റെ
എമൗണ്ട് വേണം. സോ അതിന് വേണ്ടി നമ്മൾ ഡോക്ടർമാർ എഴുതി തരുന്ന ഒരു ലായനിയാണ് എന്താ ORS എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ലായനിയാണ് നമ്മൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ORSന്റെ ഫുൾ ഫോം. അപ്പം ഓപ്ഷൻ സി ആണ് എന്ത് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം മനസ്സിലാക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഗോയിറ്റർ ഈസ് കോമൺലി ഇൻ ഹില്ലി ഏരിയാസ് ബിക്കോസ് മലയോര പ്രദേശങ്ങളിൽ ഗോയിറ്റർ സാധാരണമാണ്, കാരണം എന്താണ്? മലയോര പ്രദേശങ്ങളിൽ അയഡിൻ്റെ കണ്ടന്റ് വളരെയധികം കുറവായിരിക്കും കേട്ടോ. അയഡിൻ എന്ന് പറയുന്ന ആ ഒരു ധാതു എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മിനറൽ അവിടെ വളരെയധികം കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ അയഡിൻ നമുക്ക് കാണാൻ പറ്റുക സീ ഫുഡ്സിലാണ്, അതായത് മീനിൽ, അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അയഡിൻ കാണാൻ പറ്റും. അതൊക്കെ എന്താണ്, നമുക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കടൽ പ്രദേശങ്ങളിൽ കോസ്റ്റൽ റീജിയൻസിലൊക്കെ ലിവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അയഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു ഹില്ലി ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഈ സീ വാട്ടർ ഉണ്ടാവില്ല, അപ്പം ഉപ്പുവെള്ളം ഉണ്ടാവില്ല. ഉപ്പുവെള്ളത്തിലാണ് എന്തുണ്ടാവുക, അയഡിൻ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ അയഡിൻ കണ്ടന്റ് ഉള്ളത്. നമ്മുടെ കടലോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സോയിൽ ഓഫ് ഹില്ലി ഏരിയാസ് ഈസ് പുവർ ഇൻ അയഡിൻ കണ്ടന്റ്. അതായത് കുന്നിൻ പ്രദേശങ്ങളിലെ മണ്ണിൽ അയഡിൻ അളവ് കുറവാണെന്ന് പറയുന്നത്. അതെന്താണ്, ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇത് ശരിയാണ്. ഇനി ഡ്രിങ്കിങ് വാട്ടർ ആസ് വെൽ ആസ് ഫുഡ് ഗ്രോൺ ഇൻ ദീസ് ഏരിയാസ് ആർ ഡെഫിഷ്യന്റ് ഇൻ അയഡിൻ. ഈ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളിലും കുടിവെള്ളത്തിലും അയഡിൻ്റെ അളവ് കുറവാണെന്ന് പറയുന്നത്. അതും എന്താണ്, ശരിയായിട്ടുള്ളതല്ല, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. സോ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട്. എയും ബിയും എന്താണ്, ശരിയാണ്. സോ സി ഓപ്ഷനാണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ മാർക്ക് ചെയ്യരുത്. നമ്മളെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അയൺ ഏറ്റവും കൂടുതലുള്ളത് എന്തിലേക്കാണ് നോക്കാം. ലീഫി വെജിറ്റബിൾസ്, ജാഗരി, ശർക്കര, അതുപോലെ തന്നെ നമ്മുടെ ഇലക്കറികൾ അല്ലേ, ഇലകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫിഷ്, ലിവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയൺ കാണാൻ പറ്റും, ഇരുമ്പ് കാണാൻ പറ്റും. കാൽഷ്യം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, ഇതിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അയഡിൻ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക മീനുകളിലാണ് കേട്ടോ. മീനുകളിലും സീ ഫുഡ്സിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ഇനി അയൺ എന്താണ്, ബ്ലഡിലാണ് സിഗ്നിഫിക്കൻറ്റ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ് ആരുടെ ഫംഗ്ഷൻ, അയണിൻ്റെ ഫംഗ്ഷൻ. ഇനി ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, കാൽഷ്യം എന്ന് പറയുന്ന ഒരാളാണ്. ഇനി അയഡിൻ ഹെൽപ്സ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. അതായത് നമ്മൾ ഇവിടെയുള്ള നെക്ക് റീജിയനിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷനിങ്ങിന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മിനറലാണ്, ഈ ഒരു അയഡിൻ എന്ന് പറയുന്ന മിനറലാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് നമ്മളുടെ രുചിമുകളങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ് ഈസ് ട്രൂ. നാവിലെ മുകളങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടേസ്റ്റ് ബഡ്സ് ക്യാൻ ഓൺലി ഡിറ്റക്ട് മൈൽഡ് ഫ്ലേവേഴ്സ്. അതായത് രുചിമുകളങ്ങൾക്ക് നേരിയ സ്വാദുകൾ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയല്ല. നേരിയ കാര്യങ്ങൾ മാത്രമല്ല, സ്വീറ്റ് ആവട്ടെ, സോറാവട്ടെ, പുളിയാവട്ടെ, മധുരമാവട്ടെ, അതുപോലെ തന്നെ ഉപ്പ് രുചിയുള്ളതാവട്ടെ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചികളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ രുചിമുകൾക്ക് പറ്റും. മൈൽഡ് ഫ്ലേവേഴ്സ് മാത്രമല്ല അല്ല, മൈൽഡ് ആയിട്ടുള്ള നേരിയ സ്വാദുകൾ മാത്രമല്ല. ഇനി നമുക്ക് നോക്കാം. ടേസ്റ്റ് ബഡ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓൺ ദ ടങ്. അതായത് രുചിമുകളങ്ങൾ നാവിൻ്റെ ഉപരിതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെന്താണ്, ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉപരിതലത്തിലാണ് നമുക്ക് ടേസ്റ്റ് ബഡ്സ് കാണാൻ പറ്റുക. പക്ഷെ അതിൻ്റെയൊക്കെ ഞരമ്പുകൾ, അതിലേക്ക് പോകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള നെർവ്സ് കാര്യങ്ങളൊക്കെ, സിഗ്നൽസ് ഒക്കെ പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടങ്ങിൻ്റെ അകത്താണ് കാണാൻ പറ്റുക. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ടേസ്റ്റ് ബഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ഡിഫറെൻറ്റ് ടേസ്റ്റ് സച്ച് ആസ് സ്വീറ്റ്, സോൾട്ട്, ബിറ്റർ ആൻഡ് ഉമാമി. മധുരം, ഉപ്പ്, കയ്പ്, ഉമാമി തുടങ്ങിയ വ്യത്യസ്ത രുചികൾ കണ്ടെത്തുന്നതിന് രുചിമുകളങ്ങൾ ഉത്തരവാദികളാണെന്ന് പറയുന്നത്. അതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ രുചികളൊക്കെ നമുക്കെല്ലാം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് രുചിമുകളങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇനി ടേസ്റ്റ് ബഡ്സ് ആർ ഓൺലി ഫൗണ്ട് ഓൺ ദ ടിപ്പ് ഓഫ് ദ ടങ്. അതായത് നാവിൻ്റെ
അറ്റത്ത് മാത്രമേ രുചിമുകുളങ്ങൾ കാണപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ ഡി എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് ഏതൊക്കെ വൈറ്റമിൻസ് ആണ് കാണാൻ പറ്റുന്നത് നോക്കാം. സോ വിറ്റാമിൻ ഏതിലൊക്കെയാണ് കാണുന്നതെന്നുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വിറ്റാമിൻ എ കാണുന്ന ആൾക്കാരാണ് സ്വീറ്റ് പൊട്ടാറ്റോസ്, ക്യാരറ്റ്, സ്പിനാച്ച്, കെയില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീര, ക്യാരറ്റ്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് എ കിട്ടുന്നത്. ഇനി സി കിട്ടുന്ന ആളുകളാണ് ഓറഞ്ച്, സ്ട്രോബെറി, ബെൽ പെപ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ബ്രോക്കോളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഡി കിട്ടുന്ന ആളുകളാണ് സാൽമൺ എന്ന് പറയുന്ന ഒരു മീനാണ്. സോയ മിൽക്ക്, അതായത് നമ്മൾ സോയാബീൻ എന്നൊക്കെ വിളിക്കുന്ന ആളുണ്ട് അല്ലേ, സോ അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ്, അതൊക്കെ എന്താണ്? സോയ മിൽക്ക് അതിൻ്റെ എക്സാമ്പിളാണ്. എഗ് യോക്ക്, അതായത് മുട്ടയുടെ നമ്മൾ മഞ്ഞ നിറത്തിലുള്ള നമ്മൾ കുരു എന്ന് പറയാറില്ലേ അല്ലേ, യെസ്, സോ അതാണ്. പിന്നെ സാഡൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി അല്ലെങ്കിൽ നമ്മൾ ചാള എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. ഇനി വൈറ്റമിൻ ഇ കാണുന്ന ആളാണ് ആൽമണ്ട്സ്, സൺഫ്ലവർ സീഡ്സ്, ഹേസൽ നട്ട്സ്, അവക്കാഡോസ്, ബട്ടർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾ കേട്ടോ. ആൽമണ്ട്സ് നമ്മൾ ബദാം എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. ഇനി കെ കാണുന്ന ആളാണ് പാസ്ലി, ബേസിൽ എന്ന് പറഞ്ഞാൽ തുളസി ഇല, അതുപോലെ തന്നെ അസ്പെരാഗസ് എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ ബ്രൂസൽ സ്പ്രൗട്ട്സ്, ഇതൊക്കെ വൈറ്റമിൻ കെ കാണുന്നതാണ്. ഇനി എഗ്ഗ് അതുപോലെ തന്നെ മിൽക്ക്, യോഗട്ട്, ബീഫ് ലിവർ, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ B12 എന്ന് പറയുന്ന വിറ്റാമിൻ ആണ്. സോ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടും. നമ്മൾ ഈ ഒരു USSന് മാത്രമല്ല കേട്ടോ. ഓക്കെ, സോ ഈ ഒരു കാര്യം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യണം. വിച്ച് ഓഫ് ദീസ് ഫുഡ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി, അതായത് ഇവയിൽ ഏത് ഭക്ഷണത്തിലാണ് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചുള്ളത്. സോ വിറ്റാമിൻ സിയുടെ വേറൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്ന് കേട്ടോ. അസ്കോർബിക് ആസിഡ് എന്നും കൂടി വൈറ്റമിൻ സിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഈ ഒരു ആസിഡിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു ചാപ്റ്ററിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ക്യാരറ്റിലാണോ ഓറഞ്ചിലാണോ അതോ പാലോ മിൽക്ക് അല്ലെങ്കിൽ എഗ് ഓർ മുട്ടയിലാണോ കാണുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ നമുക്ക് ആരാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് നോക്കാം. സോ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അതിന് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നെയിമും നിങ്ങളുടെ ക്ലാസ്സൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ ലിങ്ക് അവൈലബിൾ ആവും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് USS ഒക്കെ കിട്ടി എല്ലാവരെയും കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ.